വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആൽഫ പാർട്ടിക്കാരൻ്റെ വെള്ളാകാലോ സെൻ്ററിൻ്റെ ആ വാർഷികാഘോഷമാണ് നടത്തുന്നത്. പാലറ്റീവിൻ്റെ പല പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റിയൊരു ഭാഗ്യമായിട്ട് കാണട്ടെ. നാട്ടിലെല്ലാ പരിപാടിക്ക് പോകണം. ഇവിടെ എത്താൻ കഴിയുന്നു വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. നിങ്ങളുടെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നിങ്ങളെ കുടുംബത്തിൻ്റെ സിനിമയാണ് പഞ്ചായത്ത് ചെട്ടി. അത് നിങ്ങളെ തൊട്ടടുത്ത തിയേറ്റർ ഉണ്ടാവും. നിങ്ങളത് കാണുന്നത് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ. അതുപോലെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ആൽഫ പാർട്ടിക്കാരൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഒരുപാട് സ്നേഹം, സന്തോഷം. അടുത്തതായി നമ്മുടെ അടുത്തെത്തുന്നത് മുസക്കായാണ്. ശ്രീ വിനോദ് കോവൂർ. എല്ലാവർക്കും സ്നേഹം, സന്തോഷം. ആൽഫയുടെ ഈ പേരൻ പാലിറ്റിയുടെ പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും വെള്ളാങ്കല്ലൂരിലുള്ള അവരുടെ ഓഫീസിലെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഷാരിഫയുമായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. എന്നെ ഈ കൊടുങ്ങല്ലൂർ ഭാഗത്ത് എന്നെ പരിചയപ്പെടുന്നതും ആൽഫ പാലിറ്റിക്ക് പരിചയപ്പെടുന്നതല്ല, ഇപ്പം ഞങ്ങളെല്ലാം പരിചയപ്പെടുത്തിയ ഫെബി ടീച്ചറാണ്. ഇവിടെ സിദ്ദിഖ് പറവൂർ എന്ന സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ എൻ്റെ നായികയായിട്ട് ഫെബി ടീച്ചർ അഭിനയിച്ചിരുന്നു. ജെജിൻ ടീച്ചർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിത്തുടങ്ങി. ഇപ്പം പഞ്ചായത്ത് എത്തി എന്ന മറുമായത്തിൻ്റെ സിനിമയിൽ ടീച്ചർ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് അഭിനയിക്കുന്നത് ഫെബി ടീച്ചറാണ്. അതുപോലെ നിങ്ങളുടെ കൊടുങ്ങല്ലൂർക്കാരായ സെന്തിൽ, കവിത തുടങ്ങിയ ആളുകളൊക്കെ ഈ സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ പറ്റാവുന്നവരെല്ലാവരും തിയേറ്ററിൽ പോയി കാണും. പിന്നെ ഇവിടുത്തെ വേദന അനുഭവിക്കുന്ന പേഷ്യൻസ് അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട റഷീദ് പാറക്കലേക്ക് എത്രയോ ദൂരെ നിന്ന് ഞങ്ങളുടെ ഈ പരിപാടി കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഈ കാലത്ത് എന്നതൊരു സമയം ഇത്രയും പേര് ഇവിടെ എത്തിച്ചതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ആശംസയിലൂടെ, കാരണം പലരും പേഷ്യൻസായിട്ടൊക്കെ ഇവിടെ എത്തിച്ചേർന്നതാണ്. പിന്നെ ഭാഗ്യത്തിന് ഇന്ന് രാവിലെ മഴയില്ല, അതും വലിയൊരു അനുഗ്രഹമായി. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ എത്തിച്ചേരാൻ പറ്റി. ഇനി തിരിച്ചും അതേപോലെ തന്നെ ഞങ്ങൾക്ക് എറണാകുളത്തേക്കും എത്തിച്ചേരണം. 2 മണിക്ക് മുന്നേ ഞങ്ങൾ എറണാകുളത്ത് എത്തണം എല്ലാവരും. അതാണ് ടാസ്ക്. അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പോകും. ആർക്കും ഞങ്ങളോട് അലോക്യം തോന്നരുത്. പടം വിജയിക്കട്ടെ. സലീം പറഞ്ഞ പോലെ ഈ പടം വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ താരങ്ങളൊന്നും അല്ലാതെ പരമായും താരങ്ങളായിട്ട് മാത്രം ഈ പാലിറ്റിക്കാരൻ്റെ മറ്റൊരു പ്രോഗ്രാമിലാണ് ഒരുപാട് നേരം നമുക്ക് ചിലവഴിക്കാനുള്ള ഭാഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാനൊരു പാട്ട് പാടിയിട്ട് നിങ്ങളെല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു പാട്ടിന് വേണ്ടിയിട്ട് എനിക്ക് ശബ്ദത്തിന് ചെറിയ പ്രയാസങ്ങളുണ്ട്, ചുമയുണ്ട്. പാട്ടിനിടയിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് ചുമച്ചു പോയാൽ ക്ഷമിക്കണം. ആ മൂസക്കായും മൊയ്തൂട്ടിയൊക്കെയാണ്. ഇപ്പം ഞാനിപ്പോൾ വിനോദ് കോവൂർ എന്ന പേര് എന്നെ വിളിക്കുന്നത് വളരെ അപൂർവം ആൾക്കാരാണ്. ബാക്കി ഒരുപാട് ആളുകളെ മൂസക്കായെന്ന് വിളിക്കും, ചിലർ മൊയ്തൂക്കാന്ന് വിളിക്കും, ചിലർ അപ്പുണ്ണിന്ന് വിളിക്കും. അതൊക്കെ സന്തോഷമാണ്. നമ്മുടെ പേര് മാറി മറ്റൊരു പേര് അറിയപ്പെടാമെന്നാണ് വലിയ സന്തോഷം. അപ്പോൾ എന്തായാലും ഇനി വരെ ഞാൻ മുമ്പും വന്നിട്ട് ഒരുപാട് കലാപരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് നേരം നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അവസരം തരും. ഞാൻ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെയുള്ള പേരിൻ പാലിറ്റി സെൻ്ററിൽ തന്നെയാണ് കൂടുതലും ചെലവഴിക്കാറ്. കോഴിക്കോട് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ വന്നപ്പം എനിക്ക് കിട്ടിയ അത്യാവശ്യം ഇതാണ്. അപ്പോൾ ഇവിടെ ഞാൻ സജീവമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ഞാൻ പാട്ടിലേക്ക് കിടക്കുകയാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ആ പാട്ട് ആസ്വദിക്കുക, എല്ലാവരും കൈകൊടുക്കുക. എൻ്റെ കൂടെ നാളത്തിന് കൈകൊടുക്കുക, കൂടെ പാടിക്കൊള്ളുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നാടൻപാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും.